ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗണിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഒരു കുഞ്ഞു സ്പേസ് പോലും ഒരു കടയായിട്ട് ഇതാ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര വാർ സെമെട്രിയിലേക്കാണ്. രണ്ടാം ലോക മഹായുദ്ധം നടന്നിരുന്ന ആ ഒരു കാലത്ത് ഇവിടെയൊക്കെ ബ്രിട്ടീഷ് സേനയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ടൈമിൽ ജപ്പാൻ സൈന്യം ഇവിടെ ആക്രമിക്കുകയും അപ്പോൾ ആ ഒരു ആക്രമണത്തിൽ ഒരുപാട് ഭടന്മാർ മരിച്ചിട്ടുണ്ടായിരുന്നു. 1400 അധികം ഭടന്മാർ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ സൈന്യം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ബ്രിട്ടീഷ് സൈന്യവും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആൾക്കാരും 5 കനേഡിയക്കാർ അതുപോലെ തന്നെ 3 ഓസ്ട്രേലിയൻ ഭടന്മാർ അവരൊക്കെ ഇവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശവശരീരം അടക്കം ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇത് പഴയ കാലത്ത് ഒരു ടെന്നീസ് കോർട്ടായിരുന്നു. അത് പിന്നീട് ഇതൊരു സെമിട്രി ആക്കിയിട്ട് മാറ്റുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇങ്ങോട്ടേക്കാണ്. വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രണ്ട് ഭാഗത്തും ഒരുപാട് പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കൊഹിമ സിറ്റിയുടെ ഒരു വളരെ നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് കേട്ടോ. ഇവിടെ വളരെ ചെറിയ പ്രായത്തിലൊക്കെ മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർക്കൊന്നും പേര് പോലും ഇല്ല, അൺനോൺ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവരെ ഏത് പദവിയാണ് വഹിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അതുകൂടി ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു സീൻ നിങ്ങൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയുന്ന ആ ഒരു ഫിലിമിൽ ഒരു പാട്ട് സീനിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വാർ സെമെട്രി കണ്ടതിന് ശേഷം വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ എത്തി. ഇതാണ് കേട്ടോ നാഗാലാൻഡിലെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൗണൊന്നും ഇത്ര ഒരു ആക്റ്റീവായിരുന്നില്ല. ഇപ്പോൾ ഇതാ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളാണ് കേട്ടോ അധികവും കച്ചവടക്കാരായിട്ടുള്ളത്. നാഗാമിർച്ചി കണ്ടോ നിങ്ങൾ, നല്ല ചുവന്ന കളറിലവിടെ. ഒരുപാട് ഐറ്റംസൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ ആളുകളുടെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. എന്താ പറയുക, അത്രയും കോപ്പറേറ്റീവാണ് ഇവർ. എന്ത് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരു കച്ചവട മൈൻഡുള്ള ആൾക്കാരെ അല്ല കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.